You are listening to Kerala's #1 FM, Club FM. അവിടെ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമായ ലവ് ബൈറ്റ്സിന്റെ നേരവാ. ഞാൻ റീനു. ഇപ്പൊ വിഷ്ണുവിനെ ഒന്ന് പറ്റിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. താങ്കൾ 8 പെൺകുട്ടികളെ നാട്ടിൽ പ്രണയിച്ചു, 3 പെൺകുട്ടികളെ പറ്റിച്ചു, ഇപ്പൊ 4ാമത്തെ പെൺകുട്ടിയെ പ്രണയിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? മനസ്സിലായി റീനു. പ്രണയം എന്ന് പറഞ്ഞ അപ്പ ഞാനാണോ? തീർച്ചയായും. സത്യവേദ എത്ര പേരെ പ്രണയിച്ചു? പ്രണയം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ മുന്നിൽ കാണണം, പിന്നിൽ കാണണം, എവിടെ കണ്ടാലും നമ്മളെല്ലാരും പ്രേമിക്കുന്നു. നമ്മുടെ കേമ. അപ്പൊ ഞാൻ പറഞ്ഞ 8 വളരെ ചെറിയ സംഖ്യയാണ്. മോഹൻലാൽ പറഞ്ഞത് നമ്മളെപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുകയാണ്. 8 പറഞ്ഞത് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്ന ആ ചെറിയ നമ്പറാണ്. വാസ്തവം അതിൽ വളരെ കൂടുതലാണ്. ഒരു റിയൽ പ്രണയം ഉണ്ടോ? റിയൽ പ്രണയം ഉണ്ട്. നമുക്ക് മാത്രല്ലോ, അത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടോ? എത്ര വർഷമായി? 2 വർഷം. ഈ 2 വർഷവും സ്റ്റഡി ആയിട്ട് വഴക്കൊന്നും ഇല്ലാതെ പോകുന്ന ഒരു പ്രണയമാണോ? വഴക്കുണ്ട്, വഴക്ക് വേണമല്ലോ. എന്ത് കാര്യത്തിനാ വഴക്കുണ്ടാക്കാറ്? മോർ പോസിറ്റീവ്നെസ് ആണ്. പിന്നെ വിളിക്കാതിരിക്കുമ്പോ. ആരാ വിളിക്കാതിരിക്ക? ഞാൻ വിളിക്കാതിരിക്കും. അമ്പടാ. അപ്പൊ ഇങ്ങോട്ടാണ് വഴക്ക് കിട്ടാറ്. പോസിറ്റീവ്നെസ് കൂടിയിട്ടാണ്, അത് നമുക്കറിയാം. എന്നാലും അതൊരു സന്തോഷമുള്ള കാര്യമല്ല. വിഷ്ണുവിന് അങ്ങോട്ട് പോസസീവ്നെസ് ഇല്ലേ? പിന്നെ ഉണ്ട്, പക്ഷെ നമ്മള് വിട്ട് കളിക്കത്തില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. കക്ഷിക്ക് പേടിയാണ് വിഷ്ണുവിന്. പേടിയൊന്നുമില്ല, നല്ല ഇഷ്ടമാണ്. ഓ, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വിഷ്ണുവിനോട് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ക്ലബ് ഫാമിലി മനോഹരമായ ഈ പ്രണയ ഗാനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ റീനു മാത്രമല്ല, വിഷ്ണു ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് വിഷ്ണുവിനോട് ഒരുപാട് സ്നേഹമാണെന്ന ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു. അതെ, എന്നാ കല്യാണം? സെറ്റിൽ ചെയ്യാനുള്ള കാലഘട്ടം എത്ര കാലം എടുക്കും? 5 വർഷം. പ്രണയം തുടങ്ങിയിട്ട് 2, ഇനി ഒരു 5. 7 വർഷം പ്രണയിച്ച് കിട്ടുമ്പോ അതിന്റെ സുഖം വേറെ. ഇപ്പൊ ലവ് ബൈറ്റ്സിലേക്ക് മീര ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു 6 മാസമായുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലായിട്ട്. അയാള് ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞ് മീരയുടെ പുറകെ നടക്കാം. 6 മാസം മതിയോ ഒരാളെ മനസ്സിലാക്കി കല്യാണം കഴിക്കാൻ? അത് 6 മാസമല്ല, ചിലപ്പോ 6 ദിവസം മതിയായിരിക്കും ഒരാളെ മനസ്സിലാക്കാൻ. അത് ടൈമല്ല, അത് 2 മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു ലിങ്ക് ആണല്ലോ എല്ലാത്തിനും ബേസ്. ഇപ്പൊ 2 പേരുടെയും ആ ഒരു തമ്മിലുള്ള ഒരു ബോണ്ട് നല്ല ബോണ്ടാണ്. പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പൊ പ്രശ്നം ഇതൊന്നും ആയിരിക്കത്തില്ല. മീരക്കയാളെ കല്യാണം കഴിക്കാൻ വേറെ എന്തെങ്കിലും പേടിയായിരിക്കും. നീയൊക്കെ പേടിയായിരിക്കും ചിലപ്പോ. ഞങ്ങള് പെൺപിള്ളേർക്ക് കുറച്ച് പേടിയാ. നിങ്ങൾ ആൺപിള്ളേര് ശരിയല്ലല്ലോ. ഞങ്ങൾ എല്ലാവരും ശരിയല്ല എന്നുള്ളൊരു വാദം ശരിയാണോ? തിരിച്ചു ചോദ്യങ്ങളായി. വേണ്ട, ഞാൻ വെച്ചിട്ട് പൊക്കോളാം. ബൈ വിഷ്ണു. ഗുഡ് നൈറ്റ്. തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് ചിലപ്പോൾ എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. അതെനിക്കിഷ്ടമല്ല. ഇതുപോലെ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ കൂടെ ഒരു അഭിപ്രായം പറയണ്ടേ? എന്ന മെസ്സേജ് അയച്ചോ 56070 ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഐ ആം സ്കേർഡ് ഓഫ് കമ്മിറ്റ്മെന്റ് എന്നല്ലേ മീര പറയുന്നേ? ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനു മീരയുടെ കാര്യം പറഞ്ഞില്ലേ? 6 മാസമായിട്ട് റിലേഷൻഷിപ്പിലാണ്, കല്യാണം കഴിക്കാൻ പേടിയാന്നൊക്കെ. രൂപ പറയുന്നത് അത് കമ്മിറ്റ് ചെയ്യാൻ മടിയായിട്ടാ റീനൂന്ന്. സാം ചോദിക്കുന്ന പണ്ട് എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആ പേടി കൊണ്ടാണോ മീര കല്യാണം പേടിക്കുന്നേ? ജിയ ചോദിക്കുന്നേ ഇയാളുടെ ഏതെങ്കിലും സ്വഭാവം മീരയ്ക്ക് ഇഷ്ടമില്ലാത്തുണ്ടോ? അതാണോ പ്രശ്നം? ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനു ചോദിക്കട്ടെ, എന്ത് കാര്യം കൊണ്ടാ നമുക്കൊരു റിലേഷൻഷിപ്പിലാകാൻ പേടി? കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് എന്ത് കാര്യമാണ് നമ്മൾ പുറകെ നിന്ന് പിടിച്ചു വലിക്കുന്നേ? ഉത്തരം ഒന്ന് പറയോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പോസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. നമുക്ക് നമ്മുടെ പ്രത്യേകതകൾ കാണും, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കും കാണില്ലേ പ്രത്യേകതകൾ. 2 പേരും ഇൻഡിവിജ്വലി നല്ലതാണേലും ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ ഫെയിലായേക്കാം. ഇതാവാം മീരയുടെ പ്രോബ്ലം എന്ന് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് പറഞ്ഞത് ജസ്റ്റിനാ. ചിലപ്പോൾ അയാളുടെ ചില സ്വഭാവങ്ങൾ മീരയ്ക്ക് ഇഷ്ടപ്പെടാതെ വരും. അതായിരിക്കും മീര കമ്മിറ്റ്മെന്റിന് മടിക്കുന്നത്. ഈ സ്വഭാവം ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാൻ നോക്കുമല്ലേ നല്ലതെന്നാ ചോദിക്കുന്നത്. മഞ്ജുഷ പറയുന്നത് ഫ്ലേർട്ട് ചെയ്യാൻ ഒരുപാട് ഉത്സാഹം കാണിക്കുകയും കമ്മിറ്റ്മെന്റിന് ഒത്തിരി മടിയും കാണിക്കുന്ന ഈ കാലത്ത് കല്യാണം കഴിക്കണമെന്ന് പറയുന്ന ഒരാളെ എന്തിനാ മീര ഓടിച്ചു വിടുന്നേ? മീര ലക്കിയാ. വെറുതെ പേടി കൊണ്ട് നല്ലൊരാളെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോയെന്ന് പേടിച്ചിട്ട് കമ്മിറ്റ്മെന്റിലാക്കാത്ത ആളുകളുണ്ടോ? കല്യാണം കഴിക്കാന്ന് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ പറയുമ്പോൾ അയ്യോ എനിക്ക് ഇച്ചിരിയും കൂടെ സമയം വേണം എന്ന് പറയുന്നവർ കാണുമല്ലേ?
അങ്ങനത്തെ പേടിത്തൊണ്ടന്മാർക്ക് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഈ റൊമാൻറ്റിക് ഗാനം. ബി വിത്ത് മീ റീനു ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് മ്യൂസിക്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഒരുപാടെണ്ണം സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ റിലേഷൻഷിപ്പ് തകരുമ്പോഴും ഞങ്ങൾക്ക് കൂടെയുള്ള എല്ലാവർക്കും പേടി വന്നിട്ടുണ്ട്, ഈശ്വര അതും പോയല്ലോ, നമുക്കൊക്കെ ഈ ഗതി വരുമെന്ന്. എൻ്റെ ഒരൊറ്റ ഫ്രണ്ട് പോലും വേറൊരാളുടെ തകർന്നല്ലോ എന്നോർത്ത് ഇവിടെ പ്രണയം വേണ്ടാന്ന് വെച്ചിട്ടില്ല. മീരയുടെ അടുത്ത് എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. ഇയാളെ മീര ഇഷ്ടമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയല്ലേ, അപ്പം മീര എന്തിനാ പല പേടികൾ കൊണ്ട് അയാളെ വേണ്ടാന്ന് വെക്കുന്നത്? അയാളുടെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം ഇഷ്ടമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചിലത് മാറ്റാൻ പറ്റുന്നതാ, അത് മാറ്റാൻ ശ്രമിക്കാം. ഇനി മാറ്റാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വെറുതെ അതോർത്ത് വിഷമിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാൻ പറ്റില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കണം. ആതിരയും വിഷ്ണുവൊക്കെ പറഞ്ഞായിട്ടില്ലേ, ഒന്നും വേണ്ട 6 സെക്കൻഡ് മതി ഒരാളെ മനസ്സിലാക്കാമെന്ന്. എന്തെങ്കിലും മനസ്സിലായോ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ഗാനത്തിൻ്റെ സമയം. This is us, never alone. We have each other. Whether in the same room or by phone, you will always be there. I know you will never leave. And there is only one thing I know. I love you. എന്നും പറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന ഒരു പാവം കുട്ടി പോവുക. ഈ പാവം കുട്ടി റീനു. പോകുന്നതിന് മുന്നേ പറയട്ടെ, ലവ്, കീപ് ലവിങ് and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.